എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതിൽ പോലീസ് വിശദീകരണം തേടുന്നു. ഷൈൻ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് 32 ചോദ്യങ്ങൾക്ക്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടായേക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചാ വിഷയം. PV അൻവർ അടഞ്ഞ അധ്യായമെന്ന് LDF കൺവീനർ. ഇടതുമുന്നണിക്ക് അനുകൂല സാഹചര്യമെന്നും TP രാമകൃഷ്ണൻ. PV അൻവർ എന്നത് CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അടഞ്ഞ അധ്യായമാണ്. ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നില്ല. വനിതാ CPO റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. നിയമനം ലഭിച്ചത് 1/3 പേർക്ക് മാത്രം. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി എന്നത് നടപ്പാവുന്ന കാര്യമല്ല എന്ന് LDF കൺവീനർ. കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ വീട് കത്തി നശിച്ച നിലയിൽ. കത്തിയത് വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീട്. കസ്റ്റഡിയിലെടുത്തത് നാട്ടുകാരുമായുള്ള സംഘർഷത്തെ തുടർന്ന്. ഫൈജാസ് ലഹരിക്കടിമയാണെന്ന് നാട്ടുകാർ. വയനാട്ടിൽ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ ഗോത്ര കുടുംബങ്ങൾ കഴിയുന്നത് ഭീതിയോടെ. നൂൽപ്പുഴ കോളൂർ ഉന്നതിയിൽ 5 കുടുംബങ്ങൾ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഭിത്തികൾ തകർന്ന വീടുകളിൽ. പുതിയ വീടുകൾക്ക് അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ല എന്ന് പരാതി. ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. 14 പേരെ രക്ഷപ്പെടുത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഗുജറാത്തും ഡൽഹിയും ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ. രാജസ്ഥാൻ ലക്നൌ പോരാട്ടം രാത്രി 7:30 ജയ്പൂരിൽ.